ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലി നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലി നിറയെ കൈകളുള്ള ഭീകര സത്തുമായി ടീന. അമ്മേ, തട്ടം കണ്ടിട്ട് പേടിയാവുന്നേ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായവർ, പിന്നെ കിരീടിയും, ശ്വേതവാഹനൻ, ധനഞ്ജയൻ, വിഷ്ണുവും, ഭീതിഹരം, സവ്യസാചി, ബീബൽസുവും, 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കിലോ നിത്യാഭയങ്ങൾ അകന്നു പോം നിശ്ചയം. രമച്ചോ, തട്ടം കണ്ട് ഞാൻ പേടിച്ചൊരു പേടിയുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് പറയണ ഹിന്ദുക്കൾ പറയാ അർജുനന്റെ 10 നാമങ്ങളൊക്കെ ചൊല്ലിയാ പേടി പോകുന്നതാണേ. അമ്മമ്മ ചെറുതാകുമ്പോ പഠിപ്പിച്ചു തന്നാ ഇതൊക്കെ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പേടി പോകുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലുക പാടുകയൊക്കെ ചെയ്തോട്ടോ. എനിക്ക് ശരിക്കും ഇന്നലെ മുതൽ ഈ ടീന സിസ്റ്ററെ കാണുമ്പോ അവർ വായിൽ നിന്നൊരു ഡംഷ്ട്ര ഒരു രസത്തിന് പറഞ്ഞ കോമ്പല് നാക്കുമൊക്കെ തുറിച്ച് പുറത്തേക്ക് വരുന്നതായിട്ടൊക്കെ തോന്നുകയാണ് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച്, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് അവർ പറയുന്നു. നോക്കൂ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന മുഖ്യമന്ത്രിയെ കൊല്ലണമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് ഇതൊക്കെ പറ്റുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എങ്ങനെയുണ്ട്? അവരത് പറഞ്ഞപ്പോ ഉടനെ തന്നെ CMC സന്യാസിനി സമൂഹം പറയാണ് ഇവർക്ക് തട്ടുടുപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഇവർക്ക് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള, ഇവരെ കന്യാസ്ത്രീ സഭയിൽ നിന്ന് മടത്തുനിന്നൊക്കെ പുറത്താക്കിയതാണെന്ന്. എങ്ങനെയുണ്ട് കാര്യങ്ങള്? എന്തായാലും ഞാൻ നോക്കുമ്പോ തട്ടം കാണുന്നുണ്ട്, ഉടുപ്പ് കാണുന്നുണ്ട്. സിസ്റ്റർ ടീനയുടെ സ്വപ്നം നിങ്ങൾ കണ്ടോ? രാജീവ് ഗാന്ധി ചിന്നി വീണത് ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പൊ സിസ്റ്റർ സീന അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, മറ്റു മനുഷ്യരും അതുപോലെ ചിതറി വീഴുന്നത്. ഒരു ബെൽറ്റ് ബോംബ്, ഒരു ചവർ, എന്തോ ഭീകര മനുഷ്യരാണ് ഇവരൊക്കെ. നമ്മൾ മലയാളികൾ ശരിക്കും ഭയങ്കര ഇരട്ടത്താപ്പിന്റെ ആളുകളാണ്. ഇത് കേട്ടിട്ട് ആരും പേടിച്ച് വിറച്ചില്ല. ഇവരെ തട്ടം കാണുമ്പോൾ ആർക്കും ഒരു പേടി ഉണ്ടായില്ല. ഇവരിത് സൺഡേ സ്കൂളിൽ നിന്നോ ബൈബിളിൽ നിന്നോ പള്ളിയിൽ നിന്നോ പഠിച്ചതാണെന്ന് ആരും പറയുന്നില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു തട്ടമിട്ട സ്ത്രീയാണ് ഇത് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ തൊപ്പിയും താടിയും വെച്ച ഒരു മുസ്ലിമാണ് ഇത് പറഞ്ഞതെങ്കിൽ, പേരുകൊണ്ടെങ്കിലും മുസ്ലിമായ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ, എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലവും പുകിലും ബഹളവും ചാനൽ ചർച്ചയും ഒക്കെ എന്തായിരിക്കും? അതവന്റെ മതം പഠിപ്പിച്ചതാണ്, മതഗ്രന്ഥത്തിലുണ്ട്, അന്യമതസ്ഥനെ കൊല്ലാൻ വേണ്ടി അവനെ മതം പഠിപ്പിച്ചു, മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് തുടങ്ങി ആകെ ബഹളായിരിക്കും ഇവിടെ, അല്ലെ? ഇപ്പൊ നോക്കിയ ഒരു പുൽക്കൊടി നാമ്പ് പോലും ഇവിടെ അനങ്ങുന്നില്ല. ഒരു ടീന ഇത് പറഞ്ഞപ്പോ നിശബ്ദത, ആർക്കും ഒന്നും പറയാനില്ല, ആരും ഞെട്ടിത്തെറിക്കുന്നില്ല, ആരും പേടിക്കുന്നില്ല, മതത്തിന്റെ നിരോധന ആഹ്വാനങ്ങളില്ല. ഇത് ആ വ്യക്തിയുടെ കുറ്റം എന്നാണ് പറയുന്നത്. സത്യാണ്, ഇത് ഈ പറയുന്ന വ്യക്തിയുടെ കുറ്റം തന്നെയാണ്. ആളുകൾ ഓരോന്ന് ചെയ്യുന്നതിന് അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ അവരുടെ മതമൊന്നും ആരും ഉത്തരവാദിയല്ല, അവനവൻ തന്നെയാണ് ഇതിലെ ഉത്തരവാദി. ഇപ്പൊ നടക്കുന്ന വലിയ വിവാദമാണ് മാരിയോയും ജിജി മാരിയോയും തമ്മിലുള്ള സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള ചെളിവാരിയെറിയൽ, അല്ലെ? മാരിയോ എന്ന സുലൈമാൻ മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായിട്ട് 30 കൊല്ലം കഴിഞ്ഞു, 30 കൊല്ലം. പക്ഷെ ഭാര്യയുമായി അടികൂടിയപ്പോ ഉടൻ ഹിരിയോൻ എന്താ പറയുന്നത്? ജിഹാദി എന്നാ പറയുന്നത്, മദ്രസയിൽ പഠിച്ചവൻ എന്നാ പറയുന്നത്. മാരിയോയോട് ജിജി പറയുന്നത്, നിന്നെ ഞാനങ്ങ് കൊന്നു തള്ളിയാ പോലും ഒരുത്തരും ചോദിക്കാൻ വരില്ലടാ, അത് മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണെന്ന് ജനം കരുതുന്നു. ഇതാണ് പൊതുബോധം എന്ന് പറയുന്ന സാധനം. ഒരു കൊച്ചു പെൺകുട്ടി ഇവിടെ ഹിജാബ് ഇട്ടപ്പോ ഇവിടുത്തെ പൊതുബോധം ഞെട്ടിവിറച്ചു, തട്ടവും ഒക്കെ കണ്ടിട്ട്. എന്നാൽ അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട കുട്ടികൾ കറുത്ത് ഉടുപ്പിട്ടെത്തിയപ്പോ ആമ്പല്ലൂരിനടുത്ത് അളകപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്താക്കുക ചെയ്തത്. പോലീസ് വരെ എത്തുന്ന കോലാഹലം ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അവസാനം കുട്ടികളെ ക്ലാസ്സിലിരുത്താൻ തീരുമാനമായി. ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഗോകുലം പബ്ലിക് സ്കൂളിൽ സമാനമായ സംഭവം ഉണ്ടായി. ശബരിമലയ്ക്ക് മാലയിട്ട് വന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ഒരാളെ ഈ കുട്ടികളുടെ കറുപ്പ് കണ്ട് പേടിക്കുന്നില്ല, മാല കണ്ട് ഞെട്ടിത്തെറിക്കുന്നില്ല, ഇതൊക്കെ നിങ്ങളെ മതഗ്രന്ഥത്തിലുള്ളതാണോ എന്ന് ആക്ഷേപിക്കുന്നില്ല. ഇപ്പൊ തന്നെ നോക്കൂ, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്ഫോടനത്തിന്റെ പേരിൽ അറസ്റ്റിലായവർ മുസ്ലിം ഡോക്ടർമാരാണ്. അവർക്ക് തൊപ്പിയുണ്ട്, താടിയുണ്ട്, മതചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ഉടനെ അങ്ങോട്ട് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അയ്യോ, ഞങ്ങൾക്ക് തൊപ്പിയും താടിയും കാണുമ്പോൾ ഭയമാകുന്നേന്ന്. എന്നാൽ ഇവിടെ വേറെ എന്തെല്ലാം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തു നോക്കും. മലേഗാവ് സ്ഫോടന കേസിൽ കാവി അണിഞ്ഞ പ്രഗ്യാ സിംഗ് താക്കൂർ പ്രതിയായിരുന്നു. അവർ പിന്നീട് നമ്മളെ MP ആയി പാർലമെന്റിൽ പോയിരുന്നു. എന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും കാവി കാണുമ്പോ പേടിയുണ്ടായോ, ഭയം ഉണ്ടായോ? ഇല്ലാന്നേ. ഇതിന്റെ പേരാണ് പൊതുബോധം എന്ന് പറയുന്നത്. കൊച്ചിയിൽ നടന്ന ഒരു ക്രിസംഗി ഭീകരാക്രമണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൊതുബോധം പോലീസും ആദ്യം തിരഞ്ഞത് പ്രതിയായിട്ടൊരു മുസ്ലിമിനെയാണ്. പിന്നെയാണ് ക്രിസംഗി കുറ്റമേറ്റപ്പോൾ ആളുകളുടെ പേടി പോയത്. പേടിക്കേണ്ട കാര്യമില്ല, അത് ക്രിസംഗി അല്ലേ, പേടിക്കേണ്ട. എന്തിനേറെ പറയുന്നു, സൊഹറാൻ മമദാനി ന്യൂയോർക്ക് മേയർ ആയപ്പോൾ പോലും അദ്ദേഹത്തിന്റെ താടി കണ്ട് പലരും പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. ട്രംപിന് പോലും പേടിയാണ്. ഇതാണ് ഇപ്പോ അവസ്ഥ.
അപ്പൊ എന്താണ് പൊതുബോധമേ? നിങ്ങൾ സീന സിസ്റ്ററെ കണ്ട് പേടിക്കുന്നില്ലേ? അവരെ തട്ടം കണ്ട് നിങ്ങൾ എന്താണ് ഞെട്ടിവിറയ്ക്കാത്തത്? തട്ടല്ലേ? അവരുടെ ഉടുപ്പിന്റെ നീളം കണ്ട് ഞെട്ടിവിറയ്ക്കുന്നില്ലേ? അവര് മതം പഠിച്ചിട്ടില്ലേ? അവര് ബൈബിള് വായിക്കുന്നില്ലേ? അവര് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എന്താ നിങ്ങൾ അവരെ ഭയപ്പെടാത്തത്? എന്താ പേടിക്കാത്തത്?